നമസ്കാരം. ഇന്നൊരു വീഡിയോ കണ്ടിരുന്നു. അതായത് വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 100ഓളം പേർക്ക് 3 ബെഡ്റൂമുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്നും ആരാധനാലയങ്ങളും അതുപോലെ സ്കൂളുകളും സ്റ്റേഡിയങ്ങളും ഒക്കെ നിർമ്മിച്ചു കൊടുക്കുമെന്നും 150ഓളം ഏക്കറിൽ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്നുമൊക്കെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമസ്ഥൻ പറയുന്ന ഒരു വീഡിയോയാണ് പുറത്തു വന്നത്. അതായത് ഇന്നലെ തന്നെ ഈ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. HRDS ഇന്ത്യ മിനിഞ്ഞാന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ ഒരു പ്രപ്പോസൽ വെച്ചതാണ്. അതായത് എത്ര വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത്രയും വീടുകൾ 3 ബെഡ്റൂമുകൾ ഉൾപ്പെടെയുള്ള വീടുകൾ, ഒരു അതിഥി മുറി പ്രത്യേകിച്ച്, അതായത് ഗസ്റ്റുകളെ താമസിപ്പിക്കാനായി, ഒരു അധിക വരുമാനത്തിന് വേണ്ടി അവിടുത്തെ ടൂറിസ്റ്റുകളെ താമസിപ്പിക്കാനായി ഒരു അതിഥി മുറി ഉൾപ്പെടെ 3 ബെഡ്റൂമുള്ള ഒരു വീടുകളും അതുപോലെ ആരാധനാലയങ്ങളും സ്റ്റേഡിയവും സ്കൂളും ഒക്കെ നിർമ്മിച്ചു കൊടുക്കാമെന്ന് HRDS ഇന്ത്യ ഒരു പ്രപ്പോസൽ മിനിഞ്ഞാന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ റിപ്പോർട്ടർ ചാനൽ ഉടമകൾ തങ്ങൾ വീട് നിർമ്മിച്ചു കൊടുക്കാമെന്നും 150ഓളം ഏക്കർ ഭൂമിയിൽ ടൗൺഷിപ്പ് പണിയാമെന്നും ഒക്കെ ഒരു വാഗ്ദാനം നടത്തിയത്. ഇന്ന് അതിൻ്റെ വീഡിയോകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അവരെ ഒരുപാട് പേർ വാഴ്ത്തിപ്പാടുന്നുമൊക്കെയുണ്ട്. പക്ഷേ ഈ എങ്ങനെയാണ് ഈ 150 ഏക്കർ, അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇനിയും ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്, 150 ഏക്കർ മതിയാകാതെ വന്നാൽ വീണ്ടും ഭൂമി കൊടുക്കാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇത്രയധികം ഭൂമി, 150 ഏക്കർ പോരെങ്കിൽ വീണ്ടും ഭൂമി കൊടുക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ വീണ്ടും ഭൂമി കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇത്രയധികം ഭൂമി എങ്ങനെ അവരുടെ കൈവശമെത്തി? ഇതൊക്കെ കേരളം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നിങ്ങൾക്കറിയാം, റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുമ്പോൾ നികേഷ് കുമാറിൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്നപ്പോൾ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു ചാനലായിരുന്നു റിപ്പോർട്ടർ ചാനൽ. ആ റിപ്പോർട്ടർ ചാനൽ കുറച്ചെങ്കിലും ഒന്ന് ഉയർന്നു വന്നത് ദിലീപ് വിഷയത്തോടു കൂടിയാണ്. ദിലീപിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളുമായി ബാലചന്ദ്രകുമാർ എന്നൊരു വ്യക്തി വന്നതോടുകൂടിയാണ് ഈ റിപ്പോർട്ടർ ചാനൽ കുറച്ച് ഉയർന്നു വന്നത്. അതിനുശേഷം പിന്നീട് ഈ മുട്ടിൽ മരമുറി കേസിലെ പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർ ഈ റിപ്പോർട്ടർ ചാനൽ ഏറ്റെടുക്കുന്നു. അവരത് വിലയ്ക്ക് വാങ്ങുന്നു. കുറേ ഡെവലപ്മെൻറ്റുകളൊക്കെ നടക്കുന്നു. ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ സ്വിഫ്റ്റ് കാറുകൾ, റിപ്പോർട്ടർ ചാനലിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച സ്വിഫ്റ്റ് കാറുകൾ തലങ്ങും വിലങ്ങും ഓടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കോടിക്കണക്കിന് രൂപ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവർ റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയത്. അതുപോലെ മലയാളത്തിലെ വിലപിടിപ്പുള്ള അല്ലെങ്കിൽ ജനപ്രീതിയുള്ള പല മാധ്യമ പ്രവർത്തകരെയും അവരങ്ങോട്ടേക്ക് ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് അങ്ങോട്ട് റിപ്പോർട്ടർ ചാനലിലേക്കൊക്കെ കൊണ്ടുപോയി. ഇപ്പോൾ വയനാട് വളരെ താഴേക്കിടയിലുള്ള ഒരു ചാനലായിരുന്നെങ്കിലും ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായി അർജുനും അർജുൻ്റെ ലോറിയും കാണാതായതോടുകൂടി അവിടെ റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകനായ ഡോക്ടർ അരുൺകുമാർ, മൊട്ടയരുൺ എന്ന് വിളിക്കുന്ന ഡോക്ടർ അരുൺകുമാർ അവിടെ പാഞ്ഞെത്തുകയും അദ്ദേഹം അവിടെ കാണിച്ച ഷോയൊക്കെ നമ്മൾ കണ്ടതാണ്. ഒടുവിൽ കർണാടക പോലീസ് അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുന്ന സ്ഥലത്തേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സമയത്ത് ഇതിൻ്റെ റേറ്റിംഗ് വളരെ കുതിച്ചുയർന്നു. അതായത് റിപ്പോർട്ടർ ചാനലിൻ്റെ റേറ്റിംഗ് വളരെ കുതിച്ചുയർന്നു. ഇപ്പോൾ ഇവർ ഈ രംഗപ്രവേശം ചെയ്തിരിക്കുന്നതും ഈ ഒരു ഒറ്റ ദിവസത്തോടു കൂടി, അതായത് വയനാട്ടിൽ ദുരന്തത്തിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്നും ടൗൺഷിപ്പ് നിർമ്മിച്ചു കൊടുക്കാമെന്നും ഒക്കെയുള്ള വാഗ്ദാനങ്ങൾ ഇന്നലെ നൽകിയതോടുകൂടി അവരുടെ റേറ്റിംഗ് വീണ്ടും ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. HRDS ഇന്ത്യക്ക് ഒരു വിശ്വാസ്യതയുണ്ട്. അതുപോലെയല്ല റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ ഈ ഒരു ഓളത്തിന് വേണ്ടി ഞങ്ങൾ 100 വീട് പണിഞ്ഞു കൊടുക്കാം, 150 ഏക്കറിൽ ഞങ്ങൾ ഭൂമി കൊടുക്കാം എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വാസത്തിലെടുക്കാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല. കാരണം എങ്ങനെയും HRDS ഇന്ത്യയുടെ പദ്ധതി തകർക്കുക എന്നുള്ളതാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ലക്ഷ്യമെന്ന് വേണം കരുതാൻ. എവിടെ നിന്നാണ് ഒരു ചാനൽ, നമുക്കറിയാം ഒരു സാറ്റലൈറ്റ് ചാനലൊക്കെ നടത്തുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടും സാമ്പത്തിക ബാധ്യതയും ഒക്കെ നമ്മൾ പലർക്കും അറിയാൻ കഴിഞ്ഞേക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏഷ്യാനെറ്റ് പോലെയുള്ള ഒരു വലിയ മാധ്യമ ഭീമന് പോലും പിടിച്ചു നിൽക്കാൻ വളരെ കഷ്ടപ്പെടുന്ന ഒരു അവസരത്തിൽ റിപ്പോർട്ടർ ചാനൽ പോലൊരു മാധ്യമം ഒരു ചാനൽ എങ്ങനെയാണ് ഇത്രയധികം പേർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നത്? കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് അവരുടെ ഈ വീട് നിർമ്മിച്ചു കൊടുക്കുന്നത്? ഇത് 2 കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ റിപ്പോർട്ടർ ചാനൽ ഇത് വെറുതെ, അതായത് അവരുടെ ചാനൽ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. 2, ഇവർക്ക് അങ്ങനെ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ പണത്തിൻ്റെ സ്രോതസ് എവിടെ നിന്നാണ്? ഇപ്പോൾ നമ്മളവർ നിർമ്മിച്ചു കൊടുക്കുന്നത് കൊണ്ട് കുറ്റം പറയുകയൊന്നുമല്ല. പക്ഷേ ആ നിർമ്മിച്ചു കൊടുക്കുമ്പോൾ ആ പണത്തിന് കൊടുക്കുന്ന പണത്തിൻ്റെ സ്രോതസ് എവിടെ നിന്ന് കൂടി അറിയണം. കാരണം ഇപ്പോൾ MA യൂസഫ് അലിയോ രവി പിള്ളയോ അല്ലെങ്കിൽ TS കല്യാണരാമനോ ഒക്കെയാണ് വീട് നിർമ്മിച്ചു കൊടുത്തതെങ്കിൽ നമുക്ക് വലിയൊരു ഒരു സംശയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ മുട്ടിൽ മരമുറി കേസിലെ പ്രതികളായ ചിലർ നടത്തുന്ന ഒരു ചാനൽ ഇത്തരമൊരു വാഗ്ദാനവുമായി വരുമ്പോൾ അവരങ്ങനെ ഇവർ പറയുന്ന രീതിയിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അതിൽ ഒരു സംശയത്തിൻ്റെ കാര്യം തന്നെയുണ്ട്. കാരണം HRDS ഇന്ത്യ മിനിഞ്ഞാന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ ഒരു പ്രപ്പോസൽ വെച്ചപ്പോൾ തന്നെ ഇത് ഇവർക്ക് ചോർന്ന് കിട്ടിയെന്ന് വേണം കരുതാൻ. കാരണം HRDS എന്തൊക്കെയാണോ ആ പ്രപ്പോസലിൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശം അതിനോടനുബന്ധിച്ചുള്ള വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടർ ചാനലിൻ്റെ ഈ ഒരു തീരുമാനത്തെ നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഒക്കെ വളരെ വലിയ രീതിയിൽ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്.
എത്ര വീടുകൾ വേണമെങ്കിലും ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കാം. അതിൽ 3 ബെഡ്റൂമുള്ള, അതായത് 3 ബെഡ്റൂമുള്ള എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വീട് വയ്ക്കുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള 3 ബെഡ്റൂമുള്ള വീടുകളും അതോടൊപ്പം തന്നെ പുറത്തു നിന്ന് വാതിലുകളുള്ള മറ്റൊരു മുറി പ്രത്യേകിച്ച്, അതായത് ഗസ്റ്റുകളെ താമസിപ്പിക്കാൻ ഈ പറയുന്ന വീട്ടുടമസ്ഥന് ഒരു അധിക വരുമാനം ലഭിക്കാൻ, അതിലുള്ള ഗസ്റ്റുകളെയൊക്കെ കൂടുതൽ പേരെയും HRDS ഇന്ത്യ തന്നെ ഏകോപിപ്പിച്ച് അങ്ങോട്ടേക്ക് അയക്കാമെന്നുള്ളൊരു പദ്ധതിയൊക്കെ അവർക്കുണ്ട്. അപ്പോൾ ഈ ഒരു ഗസ്റ്റുകൾക്കുള്ള റൂമിൽ പാചകത്തിനുള്ള സൗകര്യം, അതുപോലെ ഫ്രിഡ്ജും AC-യും ബെഡും ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആരാധനാലയങ്ങളും സ്റ്റേഡിയവും സ്കൂളും ഒക്കെ അവർ ചെയ്തു കൊടുക്കാമെന്ന് HRDS ഇന്ത്യ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ഒരു മാധ്യമങ്ങളിലും വാർത്ത കണ്ടില്ല. മലയാളത്തിലെ ഒരു ചാനലുകളും പ്രാധാന്യമുള്ള ഒരു ഏഷ്യാനെറ്റോ മനോരമയോ മാതൃഭൂമിയോ മീഡിയ വണ്ണോ അല്ലെങ്കിൽ ഈ പറയുന്ന റിപ്പോർട്ടറോ ന്യൂസ് 18 24 ഒന്നും തന്നെ ഈ ഒരു വിഷയം വലുതായി പറയുന്നത് പോലും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു പട്ടി പറ്റാൽ പോലും വലിയ ഒരു വാർത്താ പ്രാധാന്യത്തോടെ അത് റിപ്പോർട്ട് ചെയ്യുന്ന മലയാളത്തിലെ ഈ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇതുപോലൊരു വലിയ സംരംഭം, ഒരു NGO അതിനൊരു വാഗ്ദാനം നൽകി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ ഒരു പ്രപ്പോസൽ വെച്ചപ്പോൾ അതിനെ വാർത്തയാക്കാത്തത്, അതിനെ ചർച്ചയാക്കാത്തത്? അതിന് പിന്നിൽ ചിലപ്പോൾ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരിക്കാം. കാരണം എല്ലാവർക്കും, ദുരിതബാധിതരായ എല്ലാവർക്കും ഇത്തരം വീടുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം ഞങ്ങൾ കൊടുത്തുകൊള്ളാം എന്ന് ഒരു NGO വാഗ്ദാനം ചെയ്യുമ്പോൾ അത് പുറത്തു വന്നാൽ, അതിന് വളരെ വലിയ വാർത്താ പ്രാധാന്യം കിട്ടിയാൽ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകളുടെ ഒഴുക്ക് കുറയ്ക്കും എന്നുള്ളൊരു ധാരണ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ കൂടി അവർക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്ക് കൂട്ടൽ, അത് അങ്ങനെ ഒരു പണം വരില്ല, ആൾക്കാരൊന്നും ഈ രീതിയിൽ പണം കൊടുക്കില്ല, കാരണം എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് ഒരു NGO പറയുന്നു. അതോടൊപ്പം തന്നെ ചില വ്യക്തികളും സംഘടനകളും ഒക്കെ അവരുടേതായ രീതിയിൽ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനൊന്നും വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു പ്രാധാന്യം കിട്ടും. ആ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കുന്നതിനുള്ള ഒഴുക്ക് പലരും കുറയ്ക്കുമെന്നുള്ളൊരു ആശങ്ക ഈ പറയുന്ന സർക്കാരിനൊക്കെ ഉണ്ട്. ഈ സർക്കാരാണല്ലോ ഇപ്പോൾ ഇവിടെ മലയാളത്തിലെ പല മാധ്യമങ്ങളെയും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ചാനലുകൾ മാസങ്ങൾക്കുള്ളിൽ തന്നെ അതോടനുബന്ധിച്ചുള്ള സംശയങ്ങളുമൊക്കെ വെളുപ്പിച്ചുകൊണ്ട് ഓരോ വാർത്തകൾ വിട്ടത്. അപ്പോൾ HRDSന്റെ ഈ ഒരു പ്രവർത്തനത്തെ അംഗീകരിക്കുക മാത്രമല്ല അഭിനന്ദിക്കുക കൂടി വേണം. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടർ ചാനൽ ഇത്തരം ഒരു നിർമ്മാണ പ്രവർത്തികൾ ചെയ്തു കൊടുത്താൽ അതും നമ്മൾ സംശയത്തോടു കൂടി തന്നെ, കാരണം ആ കാണേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഒന്നുകിൽ അവർ ചാനലിൻ്റെ റേറ്റ് കൂട്ടാൻ വേണ്ടി നടത്തുന്ന ഒരു നാടകം മാത്രമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, ആയിരിക്കാം. അതല്ലെങ്കിൽ അവർ എങ്ങനെ 1 2 കോടിയൊന്നും പോരാ, അവിടെ ഇത്രയും വീടുകൾ 100ഓളം വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ആരാധനാലയങ്ങളും സ്കൂളുകളും സ്റ്റേഡിയങ്ങളും ഒക്കെ നിർമ്മിച്ചു കൊടുക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ വരുമ്പോൾ കോടിക്കണക്കിന് രൂപ അവിടെ ഇതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരും. ആ പണം എവിടെ നിന്നാണ്? അതായത് ഒരു മലയാളത്തിലൊരു ചാനൽ, ഒരു സാറ്റലൈറ്റ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലുള്ള പെടാപ്പെടൊക്കെ ഇവിടുത്തെ ചാനൽ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കണം. അപ്പോൾ റിപ്പോർട്ടർ ചാനൽ പോലൊരു ചാനൽ ഇതുപോലെ ഒരു വാഗ്ദാനവുമായി വരുമ്പോൾ അതിന് നമ്മൾ സംശയദൃഷ്ടിയോടുകൂടി കാണണം എന്ന് നമുക്ക് പറയാതെ വയ്യ. അവരെ അപമാനിക്കാനോ ഒന്നിനുമല്ല പറയുന്നത്. പക്ഷേ ഇത്തരമൊരു മുൻ ചരിത്രമുള്ള ചില വ്യക്തികൾ ഇതുപോലൊരു വാഗ്ദാനം നൽകുമ്പോൾ അതിനെ നമുക്ക് സംശയത്തോടു കൂടി മാത്രമേ കാണാൻ കഴിയൂ. അതുപോലെ തന്നെയാണ് HRDSന്റെ ഈ ഒരു പ്രവർത്തനത്തെ, ഈ ഒരു വാഗ്ദാനത്തെ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ മറച്ചു പിടിക്കുന്നത് എന്നുകൂടി കേരളീയ സമൂഹം ചിന്തിക്കണം.